ഇവിടെ എന്തോ അപ്പുമാവന്റെ എന്തോ എന്ന് നിശ്ചയം. ലക്ഷ്മി ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോ രാവിലെ അമ്പലത്തിൽ വന്നേക്കുവാണ്. അമ്പലത്തിൽ വന്നതിന്റെ കാര്യം എന്തുവാ? നമ്മുടെ ഭരത്തിന്റെ നിശ്ചയമാണെന്ന്. അതെ, നമ്മുടെ പയ്യന്റെ നിശ്ചയമാണ്. ഏത് ശുഭകാര്യം ചെയ്യുന്നതിന് മുമ്പും അമ്പലത്തിൽ നിന്ന് തുടങ്ങണമെന്ന് നമ്മുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്പലത്തിൽ തുടങ്ങുന്നത്. ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ തുടങ്ങാന്ന് വിചാരിച്ചു. രണ്ടാമത് അമ്പലത്തിൽ കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് മേക്കപ്പ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞ് നമ്മള് ഫാമിലി ആയിട്ട് പെണ്ണിന്റെ വീട്ടിലോട്ട് പോവാണ് നിശ്ചയത്തിന്. അപ്പൊ എല്ലാം നമ്മൾ ഇന്ന് ഈ വ്ളോഗിൽ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മളത് രാവിലെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് നിശ്ചയത്തിന് പോകണം. അപ്പൊ അതിനു മുമ്പ് അവനെ മേക്കപ്പ് ചെയ്യിക്കാൻ കൊണ്ടുപോകണം. അവൻ അമ്പലത്തിൽ തൊഴാൻ കയറിയൊക്കെയാണ്. അപ്പൊ അവൻ വരുമ്പോൾ നമ്മൾ അവനെ പിടിച്ചോണ്ട് മേക്കപ്പ് ചെയ്യാൻ പോകും. അതാ നമ്മുടെ പയ്യൻ കുളിച്ചൊരുങ്ങി ഈറനോടെ അമ്പലത്തിൽ വന്ന് കുറിയും തൊട്ട് വരികയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ ഇത്, എന്തിനു മോതിരം? ഇതാണ് നമ്മുടെ മോതിരം, എൻഗേജ്മെന്റ് റിംഗ്. എന്താണ് ഭരത്തിന് പറയാനുള്ളത് എൻഗേജ്മെന്റ്? അല്ല, ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. തടസ്സങ്ങളും തരണം ചെയ്ത് നമ്മൾ എൻഗേജ്മെന്റിലേക്ക് കടന്നേക്കാണ്. വളരെ സന്തോഷം. ഗൈസ്, ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരു വലിയ കഥകൾ തന്നെ നടന്നിട്ടുണ്ട്. ആ കഥ ഓരോന്ന് പറഞ്ഞാൽ ഭരത്തിൽ പറയും. ഒന്ന് പറ. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ പറയാം, ഓരോരോ ബ്ലോഗിലൊക്കെ പറയാം. അതെ. എന്തായാലും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഈ എൻഗേജ്മെന്റ് വരെ എത്തിച്ചത്. അപ്പൊ നമ്മൾ ഇനി അമ്പലത്തിൽ നിന്ന് പൂജിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി മേക്കപ്പ് ചെയ്യാൻ പോകണം. മേക്കപ്പ് ഒരുപാടൊന്നും ഇല്ല, നൈസായിട്ട് ടച്ചപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് എന്തോ മുണ്ടൊക്കെ പിടിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മള് നിശ്ചയത്തിന് പോകും. അപ്പം മേക്കപ്പ് ചെയ്യാൻ പോകും. അവിടെ വെച്ചാണ് വാസ്കോ ഉണ്ട് നമ്മളോട്. വാസ്കോക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെ നല്ലൊരു നിശ്ചയമായിരിക്കും. അല്ല, നിശ്ചയമായിരിക്കും. ഭരതനും നിശ്ചയിക്കുന്ന പെൺകുട്ടിക്കും എല്ലാവിധ വിവാഹാശംസകളും. സുഹൃത്തുക്കളെ, അപ്പം നമ്മള് മേക്കപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് മേക്കപ്പ് സ്റ്റുഡിയോയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം അവനെ അകത്ത് മേക്കപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരത്തിന്റെ മേക്കപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും മരീഷും നിൽപ്പുണ്ട്. വാസ്കോ ഭയങ്കര ജോലിയിലാണ്, ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാസ്കോ ഞാൻ എഡിറ്റ് ചെയ്യുമായിരുന്നു. ഒരു കൈ കൊണ്ട് എഡിറ്റ് ചെയ്യും, ഒരു കൈ കൊണ്ട് ബുക്ക് ചെയ്യും. ഞാനാണ് കാശ് എഡിറ്റ് കൊണ്ടിരുന്നത്. നിശ്ചയം പോലെ നമുക്ക് ലീവില്ല. നിന്റെ നിശ്ചയത്തിന് നീ ലീവ് എടുക്കത്തില്ലല്ലേ? സുഹൃത്തുക്കളെ, അപ്പം നമ്മള് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. അവന്റെ മേക്കപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവന്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കിനെ കാണിച്ചു തരാം. ഗൈസ്, ഭരത്തിനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേനും വാസ്കോയ്ക്ക് ഒരു ഹെയർ സെറ്റ് അങ്ങനെ നമ്മള് വാസ്കോയുടെ ഹെയർ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വാസ്കോയുടെ ഹെയർ നമ്മള് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ആ ഒരു വൃത്തികേടൊന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ നോക്കുകയാണ്. മുടിയുടെ ഇപ്പൊ ഏതാ കല്യാണ ചെറുക്കൻ? നിശ്ചയം നീയാണോ അതോ ഇവൻ കല്യാണം ഡ്രസ് പോലെ നോക്ക്, അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടോ? ഇത് ഇവര് പറഞ്ഞിട്ട് ആര് പറഞ്ഞിട്ട്? നല്ല ഡ്രസ് നല്ല ഡ്രസ്സാ. ഞാൻ പറഞ്ഞിട്ട് നോക്ക്, കല്യാണ ചെറുക്കന്റെ ഡ്രസ് പോലത്തെ. ഇതാണ് ഫോട്ടോഗ്രാഫർ. കല്യാണ മോതിരം, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഭരത്തിന്റെ ഫൈനൽ ലുക്ക്. ഇതാണ്. സല്യൂട്ട് ഫ്രം രാജന്, സല്യൂട്ട്. വൃത്തിയോടൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാരും കമന്റ് ചെയ്യ് ഗൈസ്. ഭരത് അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ്. ഭരത്, ഓവറോൾ മേക്കപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല. മേക്കപ്പ് എങ്ങനെയുണ്ട്? ഒരുപാട് പണി നടക്കണമെന്ന് പറഞ്ഞു. എന്താ പറയാ? എന്താ ഇന്നത്തെ ദിവസം പറയാനുള്ളത്? അതല്ല മൊത്തത്തിൽ അതല്ല മേക്കപ്പിന്റെ അല്ലാതെ സന്തോഷം. എന്റെ മുടി ഫിക്സ് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തായാലും ബിഗ് അല്ല. നമ്മുടെ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ എന്തോ അപ്പുമാവന്റെ എന്തോ എന്ന് നിശ്ചയോ എന്താ പറയാനുള്ള അപ്പുമാവന്റെ അടുത്ത്? നല്ല മാമനാ. അപ്പുമാവന്റെ അടുത്ത് എന്തോടാ പറയാനുള്ള? അപ്പുമാവനെ കുറിച്ചല്ല, അപ്പുമാവന്റെ അടുത്തേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇല്ല എന്തെങ്കിലും ഓൾ ദ ബെസ്റ്റോ കൺഗ്രാജുലേഷനോ ഓൾ ദ ബെസ്റ്റേ ഉള്ളല്ലേ. നമ്മുടെ ചിഞ്ചു അണ്ണൻ വന്നിട്ടുണ്ട്. രണ്ട് വാക്ക് ചിഞ്ചു അണ്ണൻ ഈ നിശ്ചയത്തിന് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടെങ്കിൽ ഒരു കാരണവരെന്ന നിലയ്ക്ക്. പ്രത്യേകിച്ച് ഉപദേശം ഒന്നും കൊടുക്കാനില്ല, സെറ്റായിട്ടൊക്കെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അടിപൊളി ചെറുക്കല്ലേ ടീച്ചർ? എന്താണ് അടിപൊളി ചെറുക്കനെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഇല്ല എന്താ മോനല്ലേ നല്ല മോനെ. മാമ എന്താണ് മാതുലശേ എന്താ അനന്തരവന് പറഞ്ഞു കൊടുക്കാനുള്ളത്? അനന്തരവന് എന്താ പറയാനുള്ളത്, നല്ല പയ്യനാണ്. അതല്ല ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഒതുക്കി മാമ. ഗൈസ് നമ്മുടെ ചിഞ്ചുവാന്റെ ബെൻസിലാണ് നമ്മള് പോകുന്നത്. അണ്ണ രാവിലെ തന്നെ ബെൻസും കൊണ്ട് ഇതാണ് നമ്മള് കൊടുക്കാൻ പോകുന്ന ഹാമ്പർ. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഹാമ്പർ. യെസ്, എന്തായി കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ചിഞ്ചോണം പകുതി മേടിക്കാനില്ല, പകുതി നമുക്ക് മേടിക്കാനില്ല, ഇനി പകുതി മേടിച്ചാൽ മതി. ഓക്കെ. ജിത്തു ജിത്തു വന്നിട്ടുണ്ട്. ജിത്തു എന്താണ് ജിത്തുവിന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? നല്ല തീരുമാനം. എന്ത് തീരുമാനം? ഹാപ്പി മാരീഡ് ലൈഫ്. സൂപ്പർ സാധനം ഇട്ടോളൂ. ചായ കുടിക്കാൻ ഗ്ലാസ്, മറ്റേ പറ കാറിന്റെ നമ്പറോ മറ്റേ സിമ്പറോ, കഴിക്കാൻ നിറപറ, ചിരിക്കാൻ ചറപറ, നിനക്ക് ഇഷ്ടമാണ് ഇനി അത് പറ. അപ്പൊ നമ്മള് റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ്. എന്താണ് അംശുവിന് ഈ അവസരത്തിൽ പറയാനുള്ളത്? എങ്ങനെയാലും അവിടെ ചെല്ലുക, ചോറിഞ്ഞോ പിന്നെ ശരത്തണ്ണ എന്താണ് അവൻ എന്തെങ്കിലും ഉപദേശം എല്ലാം കൊടുക്കാനുണ്ടോ? അവര് ഉപദേശം തൊഴിൽ കഴിഞ്ഞ് വന്നിട്ട് നല്ല പിടിച്ചിരുത്തി നല്ല വൃത്തിയായിട്ട് ഉപദേശം ഉണ്ട്. ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പം പറയാനുള്ളത് സ്റ്റാർട്ടിങ് അല്ലേ, ഇനി എല്ലാം തുടങ്ങട്ടെ. നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. തലയെടുപ്പോടെ വരുന്നു, അത് ബെൻസ്. ഓക്കെ, അപ്പൊ ഇനി അവിടെ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ചിഞ്ചണ്ണ സൂക്ഷിച്ച് കൊണ്ടുവരണേ. ഗൈസ്, അപ്പം ഭരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ. ഇനി നമ്മള് ട്രാവലറിൽ നമ്മൾ പോവാണ്. നേരെ പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വരാം. ഗൈസ്, നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. 125. ഗൈസ്, ഭരത്ത് ബൊക്ക കൊടുക്കണം. സുഹൃത്തുക്കളെ, അപ്പം നമ്മള് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഭരത്തിനെ അവർ സ്വീകരിച്ച് അകത്തുകൊണ്ടിരുത്തി. അപ്പം നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം. നമ്മുടെ പെണ്ണിനെ ഞാൻ ഇപ്പോഴേ റിവീൽ ചെയ്യത്തില്ല, ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും അതുവരെ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. ഗൈസ്, ഭരത്തും കുട്ടിയായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കുകയാണ്. ഗൈസ്, അപ്പം വീട്ടിൻ്റെ മുകളിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കി കാണാം, എല്ലാവരും ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഭരത്തോടെ പോയി ഇരുന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നിശ്ചയ പരിപാടിയാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. ചെറുക്കൻ ഇപ്പോഴേ റെഡി ആയിട്ടുണ്ട്. എന്താണ് ചെറുക്കൻ്റെ പറയാനുള്ളത്? മോതിരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനൊക്കെ ടെൻഷൻ ഉണ്ടോ? എനിക്കെന്തിനാ ടെൻഷൻ? ടെൻഷൻ അടിക്കാൻ തന്നെ ഇരിക്കണം. എന്റെ മുഖത്ത് ഒട്ടും ടെൻഷൻ അറിയുന്നില്ല. ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ എല്ലാരും നിന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നത് അത് നമ്മുടെ ഒരു സ്പേസ് ചെയ്യുന്ന നമ്മള് വീഡിയോ എടുക്കുന്നത് അല്ലേ? പക്ഷെ എല്ലാവരും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുന്നതിന്റെ ഇതെങ്ങനെയുണ്ട്? അതെ, ഇതിപ്പോ 15 ലക്ഷം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മള് 10 പേരുടെ മുമ്പിൽ നിന്ന് കാര്യം പറയുമ്പോൾ കാര്യം പറയണ്ട, എവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം. അപ്പം ഇവിടെ എന്തോ ജാതക എല്ലാ പരിപാടിയും നടന്നിട്ടുണ്ട്. ഇനി മോതിരൊടിയിൽ കുറച്ചുകൂടെ താമസിക്കുമായിരിക്കും. മുതിരോടെ മുഹൂർത്തം ഇതെല്ലാം കൂടെ അരമണിക്കൂർ ഒരു സമയം പറഞ്ഞേക്കുന്നത്. 12 മണിക്ക് 12:05 ആയതുള്ളൂ. അതിലും ഇത് കൊടുത്തു. ഇനി 25 മിനിറ്റ് നടക്കുന്നു. ഇച്ചിരി ലാഗാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ മോതിരം. അങ്ങനെ എന്ന് പറയുന്ന ഈ സമയത്ത് ഏത് നേരം വേണമല്ലോ. അല്ലല്ല, ഇപ്പൊ 12-10 പരിപാടി എല്ലാം കഴിഞ്ഞാൽ പിന്നെ 20 മിനിറ്റ് മുഹൂർത്തം കിടക്കുക. അതിനിപ്പോ എന്തോ അല്ല, ഇതൊന്നുമില്ല. എന്തേലും പറഞ്ഞ് ഇച്ചിരി ഒന്ന് എൻഗേജ് ആക്കുമ്പോഴേ പിണങ്ങി. അപ്പൊ നമ്മുടെ പയ്യന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാരും ഉറങ്ങാൻ അല്ലേ? നീയാണോ? അപ്പൊ എല്ലാം എന്റെ തലയില കാരണവരാണ്, നമ്മുടെ ബന്ധത്തിന്റെ കാരണവരാണ്. ഫോട്ടോ എടുപ്പ് നടക്കണം. എല്ലാവരും ഭയങ്കര വെപ്രാളത്തിലാണ്. എന്താ വിളിക്കുമായിരിക്കും. എല്ലാവരും വെപ്രാളത്തിലാണ്. ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല. കാര്യം എല്ലാവരും കഴിക്കാനുള്ള ചൂടുണ്ട്, മഴ എല്ലാം കൂടി വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അതെ, വിശപ്പുണ്ട്. 12 പക്ഷെ നല്ല വിശപ്പുണ്ട്.
മജീഷിന് പക്ഷേ ഫുഡ് കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഡയറ്റിലാണ്. ശരി, ചോർപ്പിച്ച് ഡയറ്റിലാണ്. അവിയലും പയറ് തോരനും എല്ലാം കൂടെ കഴിക്കും. ഫോട്ടോ എടുപ്പ് നടക്കണം. ഇത് കഴിഞ്ഞ് നമ്മള് ഇവളെയും കൊണ്ട് വേറൊരു സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്, അമ്പലത്തിൽ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അവളുടെ ഫേസ് നമുക്ക് റിവീൽ ചെയ്യുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിയാണ്. ഫുഡ് അടിക്കാൻ പോകുന്നത് നമ്മൾ ചെറുക്കൻ കൂട്ടറായിട്ട് നമ്മൾ ആദ്യം ഇരിക്കും. നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. എന്താ സദ്യ ആദ്യമേ ഗൈസ്, അംശു രണ്ടാമത് പപ്പടം ചോദിച്ച് മേടിച്ച് വെച്ചത് ഈ മാളു അടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഇപ്പൊ പപ്പടത്തിന് ഒരു അടി നടക്കാൻ സാധ്യതയുണ്ട്. മാളു അംശുനെന്താ പറയാ? സംസാരിക്കാൻ താല്പര്യമില്ല. കഴിവില്ലാത്തൊരു കഴിവുള്ളവരെന്ന് എടുത്തോണ്ട് പോകും. എന്ത് പപ്പടം എടുത്തോണ്ട് പോകും? എളുപ്പമാണ്. നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ട്? സദ്യ വളരെ നല്ലൊരു സദ്യയാണ്. എസ്മി കാറ്ററിംഗ് സർവീസ്. ഗൈസ്, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. കാര്യം ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ണപ്പൻ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് അവരുടെ മുഖം നമ്മുടെ കൊച്ചിന്റെ ഫേസ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് കാർ എടുത്തോണ്ട് വരുന്നതായിരിക്കും. ജഗലണ്ണനും പുറയുണ്ട്. അപ്പൊ ഞാൻ ഭരത്തിന്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയേക്കാണ്. ഇനി നമ്മൾ വണ്ടി എടുത്ത് അവർ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ പോകണം. അവർ അമ്പലത്തിലാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ അവർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പെൺകൊച്ചിനെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ലക്ഷ്മി. അങ്ങോട്ട് നിർത്തിക്കത്. ഓക്കെ ലക്ഷ്മി, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുണ്ട്. ഇതേപോലെ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇങ്ങനെ ഇതിലോട്ട് എത്തിയത്. അതെ. അപ്പൊ ഈ ദിവസം കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? പെട്ടെന്ന് അവസാനിച്ച പോലെ തോന്നുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടന്നില്ലേ? അതെ, ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാവരും നടന്നു. ഇനി കല്യാണം ഉടനെ ഉണ്ട്. കല്യാണം എങ്ങനെയായിരിക്കും? കല്യാണം ഇതിലും ഗംഭീരമാക്കാൻ ശ്രമിക്കണം. അടിപൊളിയാക്കണം നമുക്ക്. ഡാൻസ് ഉണ്ട്. അതെ, ഡാൻസ് ഉണ്ട്. എന്റെ പാട്ടുണ്ട്. പാട്ട് മസ്റ്റ്. നമ്മള് പാട്ടാണ്. ഡാൻസ് ഉണ്ട്. ലക്ഷ്മി ഏറ്റാ. അപ്പൊ വ്ളോഗിന്റെ അടുത്ത് എന്താ ക്ലൈമാക്സ് പറ? കല്യാണത്തിനാണ്.